السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇത്തികാഫിന്റെ നിയ്യത്തോടു കൂടി ഒരുമിച്ച് കൂടിയതും ചെയ്യുന്ന അമലുകളൊക്കെ അല്ലാഹു നമ്മളിൽ നിന്ന് ഖബൂലിയത്തുള്ള അമലായി സ്വീകരിക്കട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച അതിൻ്റെ മുന്നത്തെ വെള്ളിയാഴ്ചയൊക്കെ ചൂടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തേളെ ചൂടായിരുന്നു അതിൻ്റെ മുന്നത്തെ വെള്ളിയാഴ്ച. അപ്പോൾ അല്ലാഹു കുറച്ചൊക്കെ മഴ നമുക്ക് നൽകി. ഈ ആഴ്ച ആയപ്പോൾ കുറച്ചും കൂടി ചൂട് കുറഞ്ഞു. അല്ലാഹു വലിയ റഹ്മത്തുള്ളവനാണ്. നമ്മൾ വിചാരിക്കണമായിരിക്കല്ല, നമ്മുടെ തൃത്തീവിനനുസരിച്ചല്ല ദുനിയാവിൻ്റെ പോക്കുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. അള്ളാഹ്ക്ക് കൃത്യമായ നിയന്ത്രണം ഈ ഭൂമിയുടെ മേലുണ്ട്. നമ്മൾ ചുട്ടുപോയത് 40, 50, 60 ഡിഗ്രി ആയാൽ എങ്ങനെയായിരിക്കുന്ന ചിന്തകളും പഠനങ്ങളും നടത്തുക. പക്ഷെ അയിമ്പേമൊക്കെ അള്ള എത്തിക്കണില്ല. അതിൻ്റെ മുന്നേ തന്നെ അള്ള മഴ വർഷിപ്പിച്ച് ചൂട് കുറക്കണം. ഇനി മഴ വന്ന് ഒരുപാട് പ്രളയങ്ങൾ വന്നാലും അങ്ങനെ തന്നെയാണ്. കുറച്ചൊക്കെ അള്ളാഹിന്റെ കല അനുസരിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുമെങ്കിലും ഈ ലോകത്തിന് മൊത്തത്തിൽ അങ്ങനെ ശിക്ഷ കൊടുത്തിട്ട് അള്ളാഹ് അപകടത്തിലാക്കൂല എന്ന് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണ്. പഠിച്ച വലിയ റഹ്മത്താണ് നമുക്ക് ചെയ്ത്, എപ്പോഴും വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുന്നില്ല. അവിടെ നമ്മളെ പരാജയം. അള്ളാഹു തിരിച്ചറിയാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എപ്പോഴും നമ്മൾ ആലോചിക്കണം, ഭാവിയിൽ ഈ വേനലും മഴയൊക്കെ വരുമ്പോൾ നമ്മൾ ഭാവി ആലോചിക്കുക. ഭാവി എത്രയേ ഉള്ളൂ, നമ്മളെ മരണം വരെയുള്ള ഭാവി നമ്മൾ ആലോചിക്കുന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് ആലോചിക്കുന്നില്ല. ഇനിയിപ്പോൾ മഴ വന്നാൽ എൻ്റെ കൃഷിക്ക് അതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ, എൻ്റെ കുട്ടിയെ കെട്ടിക്കാണ്ട് അതിനൊക്കെയുള്ള സെറ്റപ്പുകൾ, എൻ്റെ വീട് പണി അത്യാവശ്യം പൂർത്തീകരിക്കാണ്ട് അതിനുള്ള സെറ്റപ്പുകൾ, നമ്മൾ വലിയ പ്ലാനിങ്ങിലാണ് വേണം. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ജീവിതത്തേക്ക് എന്ത് പ്ലാനിങ് പ്രിയപ്പെട്ടവരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഖബറിൽ, മഹ്ശറയിൽ, ഹിസാബിന്റെ സമയത്ത്, സ്വർഗപ്രവേശനത്തിന്, നരകമോചനത്തിന് എന്ത് പ്ലാനാണ് നമ്മൾ ചെയ്തത്? ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ ഉണർത്തുന്ന ഒരു ആയത്തുണ്ട്, സൂറത്തുൽ ഹശ്റിന്റെ 18-ാമത്തെ വചനം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്. ഒരു ആയത്തിൽ 2 തവണ പടച്ച റബ്ബ് നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഏക ആയത്താണ് സൂറത്തുൽ ഹശ്റിന്റെ ഈ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. തഖ്വ കൊണ്ടുള്ള വസിയത്ത് ചെറുതല്ല. ആഴ്ചയിൽ ഒരു ദിവസം മിനിമം 40 ആളെയെങ്കിലും ഒരു മഹല്ലത്തിൽ ഒരുമിച്ച് കൂട്ടി നമ്മൾ ഇങ്ങനെ ജുമുഅ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം ഇത്തഖുല്ലാഹ് എന്നുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് പറയാൻ വേണ്ടിയിട്ടാ, മറ്റൊന്നുമല്ല. ഖുതുബയിൽ നിർബന്ധമായ ഒരേ ഒരു കൽപ്പന തഖ്വ കൊണ്ടുള്ള വസിയത്താണ്. അതിനു വേണ്ടിയിട്ടാണ് ഒരുമിച്ച് കൂടിയത്. ആ ഒരു സാധനം ഒരേ ആയത്തിൽ 2 തവണ പരിശുദ്ധ റബ്ബ് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്. വിശ്വസിച്ച ആൾക്കാരോട് മാത്രാട്ടോ, എല്ലാവർക്കും ഇല്ല. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ച ആളുകൾ ഇത്തഖുല്ലാഹ്, അല്ലാഹ്ക്ക് തഖ്വ ചെയ്യണം. പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടിയിട്ട് എന്താണ് നിങ്ങളൊക്കെ ചെയ്തു വെച്ചത് എന്ന് ഓരോ ശരീരവും ഒന്ന് ആലോചിക്കട്ടെ. ഈ നാളെ എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളെ കെട്ടിക്കുന്ന നാളെയല്ല, നമ്മുടെ വീട് പണി നന്നാക്കുന്ന നാളെയല്ല, നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്ന നാളെയല്ല. മറിച്ച് ഈമാനിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു നാളെയുണ്ട്. അതേതാ? ഈ ലോകത്തുള്ള ജീവിതം കഴിഞ്ഞ് ഖബറിലേക്ക് എടുത്തു വെച്ച് പടച്ച റബ്ബിന്റെ അടിയാറുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുത്തുനബിയെ സംബന്ധിച്ച് നാളെ ഖബറിലേക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുമ്പോ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ നീ എന്താണെന്ന് ഒരുക്കി വെച്ചത്. അത് അവൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക. ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ എന്തുണ്ടാക്കി വെച്ചു? വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഖബർ കഴിഞ്ഞ് മഹ്ശറിലെത്തുമ്പോൾ കറുത്ത ശക്തമായ ചൂടിന്റെ ചോട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, 7 വിഭാഗം ആളുകൾക്ക് നമ്മൾ അർശിന്റെ നിഴലിൽ കൊടുക്കും. 7 വിഭാഗത്തിൽ ഏത് വിഭാഗത്തിൽ പെടാനുള്ള പണിയാണ് ഞാനും നിങ്ങൾ എടുത്തത്? വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ആ നാളേക്ക് വേണ്ടിയിട്ട് ആ വിഭാഗത്തിൽ പെടാൻ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങൾ എന്ത് ചെയ്തു വെച്ചു? അവിടെയാണ് ആലോചന നടക്കേണ്ടത്. പിന്നെയും പറയും, പിന്നെയും പോയിട്ടോ നമ്മുടെ നന്മകളും തിന്മകളും. വവുദിയൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലു യാ വൈലതനാ മാലി ഹാദൽ കിതാബ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്ന പരിശുദ്ധ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ടല്ലോ. ആ ഹിസാബിൽ ഒരു തട്ടിൽ നന്മ തൂങ്ങുമ്പോ മറ്റൊരു തട്ടിൽ തിന്മ തൂങ്ങുമ്പോ നന്മയുടെ ആ തട്ട് തൂക്കമാകാൻ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും എന്ത് ചെയ്തു വെച്ചു ആ നാളേക്ക്? വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട് ആ ഹൗദുൽ കൗസർ വാങ്ങി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത്
അതിനൊക്കെ കാത്തിരിക്കുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ മുത്ത് റസൂൽ പറഞ്ഞു, സുന്നത്തിനെ അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിൽ ഒരുപാട് മോശക്കേടുകൾ കൊണ്ടുവന്ന് ഇസ്ലാമിന്റെ കൃത്യമായ ശരീഅത്തിന് വില കൽപ്പിക്കാതെ നമുക്ക് ഇഷ്ടം താന്തോന്തിയായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാൻ നമുക്ക് ഭാഗ്യമില്ല. അവിടെയും ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾ മുത്ത് ഹബീബിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള എന്ത് അമല നമ്മുടെ കയ്യിലുള്ളത്? ഇനിയോ സിറാത്ത് എന്ന പാലത്തിൽ വിശ്വസിക്കുന്ന ഇതൊക്കെ മുഅ്മിനീങ്ങളോടുള്ള വർത്താനം. യുക്തിഭദ്രമായി ഈമാനിൽ കൃത്യമായി വിശ്വസിക്കുന്ന ആളോട് മാത്രം. അതുകൊണ്ടാണ് ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു ഇട്ട് പറഞ്ഞത്. ഖുർആൻ യാ അയ്യുഹൻ നാസ് പറയാത്തതൊന്നല്ല, യാ അയ്യുഹല്ലദീന ആമനു വിശ്വാസികളോടുള്ള വർത്താനം. ആ സിറാത്ത് പാലത്തിൽ ഒരുപാട് ആളുകൾ വേഗതയിൽ കടക്കുന്ന ആളുകളുണ്ട്, വല്ലാതെ പ്രയാസപ്പെട്ട് കടക്കുന്നവരുണ്ട്, നഊദു ബില്ലാഹ് കടക്കാൻ കഴിയാതെ നരകത്തിൽ വീഴുന്ന ആളുകളുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ സിറാത്ത് കടക്കാൻ, ആ നാളേക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ജീവിതത്തിൽ എന്ത് തയ്യാറാക്കി വെച്ചു? വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ആ നാളേക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചത് എന്താണ്? അന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സിറാത്തിന്റെ പാലം വേഗത്തിൽ കടക്കാനുള്ള വാഹനങ്ങളെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്കാ പോകുന്നത്. ഉലിഹ്യത്തിന്റെ കർമ്മം അൽഹംദുലില്ലാഹ് ഭംഗിയായി നമ്മുടെ മഹല്ലത്തിൽ നടക്കുന്നതാണ്. ആ സിറാത്ത് കടക്കുന്ന ഒരു വാഹനത്തിനെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ മുത്തുനബി പറഞ്ഞതാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് പറയപ്പെടുന്നു എന്ന് പറയുന്ന ഹദീസിൽ ബഹുമാനപ്പെട്ട റസൂൽ പഠിപ്പിച്ചതായി പറയപ്പെടുന്നത്, ആ വാഹനം ഉണ്ടല്ലോ അത് ആ സിറാത്ത് കടക്കാനുള്ളതാ. ആ സിറാത്ത് കടക്കാനുള്ളതാ. നമ്മുടെ ദുനിയാവിൽ 10,000-ഓ 20,000-ഓ സാമ്പത്തികമായി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നാളേക്ക് വേണ്ടി സമ്പത്ത് കൊണ്ട് എന്തുണ്ടാക്കി വെച്ചു? പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ മരിക്കുന്നത് കൂടി പോയി നഷ്ടപ്പെട്ടു പോകുന്ന സമ്പത്ത് കൊണ്ട് ആഖിറത്തിലേക്ക് സമ്പാദിക്കാതെ പിന്നെന്തിന് സമ്പത്ത്? ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗത്തിന് നരകത്തിലേക്കും കൊണ്ടുപോകുമ്പോ ആ സ്വർഗത്തിന്റെ വിഭാഗത്തിൽ സഫായി മുത്ത് ഹബീബിന്റെ വേക്കിൽ പോകാൻ ആ നാളേക്ക് വേണ്ടിയിട്ട്, ആ സ്വർഗപ്രവേശനത്തിന് വേണ്ടി മുത്തുനബിന്റെ അസഫിൽ പെടാൻ എന്തുണ്ടാക്കി വെച്ച് പ്രിയപ്പെട്ടവരെ? ഈ ആയത്ത് പറഞ്ഞിട്ട് വാക്യോ ഇന്നും അല്ല പറയാണോ, അള്ളാനെ സൂക്ഷിക്കണട്ടോ, അള്ളാനെ സൂക്ഷിക്കണട്ടോ. നിങ്ങൾ ചെയ്യുന്ന ഓരോ ഹറക്കാത്തുകളും സകനാത്തുകളും പടച്ച റബ്ബ് അറിയുക തന്നെ ചെയ്യും. ഒന്നും അറിയില്ല എന്നിരിക്കണ്ട. മരിക്കുന്നതിന്റെ മുമ്പ് നാളത്തെ ജീവിതത്തേക്ക് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഈ സമയം ഞാനോ നിങ്ങളോ മരിക്കുകയാണെങ്കിൽ ആ ജീവിതത്തിലേക്ക് പെർഫെക്റ്റ് ആയി കൊടുക്കാൻ പറ്റിയ എന്ത് അമല എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ളത്? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ കൃത്യമായി നമ്മൾ മറുപടി കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയത്ത് എല്ലാ ബാധ്യതകളും പൂർത്തീകരിച്ച് സന്തോഷത്തോടെ മരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ ദീർഘിപ്പിക്കല്ല. ഈ ആയത്തിന്റെ 19-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എങ്ങനെയാണോ, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്. അല്ലാഹനെ മറന്ന ആൾക്കാരമാർക്ക് നിങ്ങളും ആവല്ലിട്ടോ. എത്ര സ്നേഹത്തില പടച്ച റബ്ബിന്റെ ആഹ്വാനം. അള്ളാഹ്ക്ക് പറയുക അള്ളാഹനെ മറക്കരുതെന്ന് അള്ളാഹ്ക്ക് പറയാ. പക്ഷെ അങ്ങനല്ല, ഒരു സ്നേഹനിധിയായ ആളുകളോട് പറയുന്നത് പോലെ അവരെ പോലെ നിങ്ങളും ആവല്ലിട്ടോ. ആരാ കഴിഞ്ഞു പോയ സമൂഹം? അവര് അള്ളാഹനെ മറന്നപ്പോ അവര് സ്വന്തത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറപ്പിച്ചു കളഞ്ഞു. അള്ളാഹനെ മറന്നാൽ അള്ളാഹ്ക്ക് വല്ലതും കുറയാൻ പോകുന്നില്ല. അള്ളാഹനെ ഓർത്തത് കൊണ്ട് അള്ളാഹ്ക്ക് വല്ലതും കൂടാനും പോകുന്നില്ല. മറിച്ച് അള്ളാഹനെ മറക്കൽ കൊണ്ട് നഷ്ടം നമുക്കാ പ്രിയപ്പെട്ടവരെ, അള്ളാഹനെ ഓർക്കൽ കൊണ്ട് ലാഭവും നമുക്കാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാഹ് അങ്ങനെ പറഞ്ഞത് ഫൻസാഹും അൻഫുസഹും. അള്ളാഹനെ മറന്നപ്പോ ഒരു സ്വന്തത്തിന് തന്നെ മറന്നുപോയി. ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസം നമ്മുടെ ഭാവിയിൽ വരാനുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാം. പക്ഷേ നാളെ ആഖിറത്തിൽ കുടുങ്ങിപ്പോകുമോ എന്നുള്ള ഒരുപാട് ഭീതികളും പ്രയാസങ്ങളും പഠിച്ച് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് മാർഗങ്ങൾ, എന്ത് പരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്തി. അവിടെയാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതുപോലെ നിങ്ങൾ ആവല്ലിട്ടോ. ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അവർ തെമ്മാടികളായിരുന്നു. ആ തെമ്മാടികളെ പോലെ നിങ്ങളും അല്ലാഹനെ മറക്കല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നമുക്കുള്ള കഴിവുകൾ, സമ്പത്തുകൾ, സൗകര്യങ്ങൾ, സുഖങ്ങൾ, അതിൽ മറന്ന് അല്ലാഹനെ മറന്നു പോകരുത്. അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കാൻ കഴിയണം. വീണ്ടും ആയത്ത് ഇങ്ങനെ പറയുന്നത് ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹനെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ, ഖൽബ് നന്നാക്കി ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളൊക്കെ ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. നാളത്തെ ജീവിതത്തെ ഓർത്ത് ഒരുപാട് അമലുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. റഹ്മത്തിക യാ റഹ്മർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.